ഹായ് ഓൾ, ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന എന്താണ് ഫയൽസ്, ദെൻ ഫയൽ ആട്രിബ്യൂട്ട്സ് ഏതൊക്കെയാണ്, അതുപോലെ തന്നെ ഫയലിനകത്ത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്സ് ഉണ്ട്. ഫയൽ ആക്സസ് മെത്തേഡ്സ്, ഏതൊക്കെ ടൈപ്സ് ഓഫ് ആക്സസ് മെത്തേഡ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ജസ്റ്റ് എന്താണ് ഫയൽ എന്നറിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ഫയൽ ആക്സസ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങൾ പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഫയൽ എന്ന് പറയുന്നത് ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് റിലേറ്റഡ് ഇൻഫർമേഷൻസ്. അതിനാണ് നമ്മളൊരു ഫയൽ എന്ന് പറയുന്നത്. റിലേറ്റഡ് ആയിട്ടുള്ള കുറേ ഇൻഫർമേഷൻസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു കൺസെപ്റ്റാണ് നമ്മൾ ഫയൽ എന്ന് പറയുന്ന ഒരു സ്റ്റോറേജ് മീഡിയം ആണ് ഫയൽ. ദെൻ ഫയലിനൊരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഒരു വേർഡ് ഫയൽ. അപ്പോൾ അതിനകത്ത് നമ്മൾ ഡോക്യുമെൻറ്റ്സ് റൈറ്റ് ചെയ്യുകയെന്ന് നമുക്ക് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് നമ്മൾ ടൈപ്പ് ചെയ്ത് സേവ് ചെയ്ത് വേർഡ് ഫയലായിട്ട് വെക്കുന്നു. അല്ല നമുക്കൊരു സി പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്യണം. സോ നമ്മൾ ആ ഫയൽ ടൈപ്പ് ചെയ്തു, .c ഇട്ടിട്ട് സേവ് ചെയ്തു. ദെൻ അതൊരു സി ഫയലായി മാറി. അല്ലെങ്കിൽ ഒരു ഇമേജ് ഫയൽ, ദെൻ വീഡിയോ ഫയൽ, ഓഡിയോ ഫയൽ, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫയൽസ് ഉണ്ടാവും. ദെൻ ഫയൽ ആട്രിബ്യൂട്ട്സ് ഏതൊക്കെയാണ്? ഓരോ ഫയലിലും അസോസിയേറ്റ് ചെയ്ത് വെച്ചിട്ട് ഒരു പ്രോപ്പർട്ടീസ് ഉണ്ടായിരിക്കും. ആ പ്രോപ്പർട്ടീസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഫയൽ ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത്. ഓരോ ഫയലിനും അസോസിയേറ്റ് ചെയ്തൊരു നെയിം ഉണ്ടായിരിക്കാം. ആ നെയിം വെച്ചിട്ടാണ് ഫയലിനെ നമ്മൾ ഏത് ഫയലാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അതേപോലെ ഇതിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ, സിസ്റ്റത്തിന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഐഡൻറ്റിഫയർ ഉണ്ട്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യുണീക്ക് നമ്പറാണ്. ആ യുണീക്ക് നമ്പർ യൂസ് ചെയ്തിട്ടായിരിക്കും ഈ ഫയൽ സിസ്റ്റത്തിൽ നിന്ന് ഈ ഫയലിനെ ആക്സസ് ചെയ്യുന്നത്. ദെൻ ടൈപ്പ് എന്ന് വെച്ചാൽ ഏത് ടൈപ്പ് ഓഫ് ഫയലാണ്, വീഡിയോ ഫയലാണോ ഓഡിയോ ഫയലാണോ, അതിൻ്റെ എക്സ്റ്റൻഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും ഏത് ടൈപ്പ് ഓഫ് ഫയലാണെന്ന്. ഇതെല്ലാം നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. ദെൻ ലൊക്കേഷൻ മീൻസ് ഇത് എവിടെയാണ് സ്റ്റോർ ചെയ്തേക്കുന്നത്, അതിലേക്കൊരു ഡിവൈസിൽ എവിടെയാണ് സ്റ്റോർ ചെയ്യുന്നത് അതിലേക്കുള്ളൊരു പോയിൻ്ററാണ്. ദെൻ സൈസ് ഓഫ് ദി ഫയലാണ് സൈസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ പ്രൊട്ടക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആർക്കൊക്കെ ഈ ഫയൽ റീഡ് ചെയ്യാം, റൈറ്റ് ചെയ്യാം, എക്സിക്യൂട്ട് ചെയ്യാം. ഇപ്പോൾ ഓണറാണെങ്കിൽ നമുക്ക് ഒരു ഫയലിൻ്റെ ഓണർ, അത് ക്രിയേറ്റ് ചെയ്ത ആളാണെങ്കിൽ അയാൾക്ക് റീഡും ചെയ്യാം, റൈറ്റും ചെയ്യാം, എക്സിക്യൂട്ടും ചെയ്യാം. ചില ഫയൽസ് നമ്മൾ റീഡ് ഓൺലി എന്ന് കണ്ടിട്ടില്ലേ? അപ്പോൾ അതെന്താണ്? റീഡിങ് മാത്രമാണ് പെർമിഷനുള്ളൂ. അങ്ങനെ ഏത് ടൈപ്പ് ഓഫ് പെർമിഷനാണ് അല്ലെങ്കിൽ ഏത് ടൈപ്പ് ഓഫ് ആക്സസ് മെത്തേഡാണ് യൂസ് ചെയ്യേണ്ടത്, ഇതാണ് പ്രൊട്ടക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ടൈമർ, ഡേറ്റ്, യൂസർ ഐഡൻറ്റിഫിക്കേഷൻ, അതൊക്കെ എന്താണ്? ഫയലിൻ്റെ ആട്രിബ്യൂട്ട്സിൽ വരുന്നതാണ്. അപ്പോൾ ഇത്രയാണ് മെയിനായിട്ട് ഫയൽ ആട്രിബ്യൂട്ട്സ്: നെയിം, ഐഡൻറ്റിഫയർ, ടൈപ്പ്, ലൊക്കേഷൻ, സൈസ്, പ്രൊട്ടക്ഷൻ, ദെൻ ടൈമർ, ഡേറ്റ്, എക്സെട്ര. നെക്സ്റ്റ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫയലിൻ്റെ ഓപ്പറേഷൻസ്. നമ്മൾ നോർമലി എപ്പോഴും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഫയൽ ക്രിയേറ്റ് ചെയ്യാം, ദെൻ ഫയലിലേക്ക് എന്തെങ്കിലും നമ്മൾ റൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റൈറ്റ് എന്നുള്ളൊരു സിസ്റ്റം കോൾ യൂസ് ചെയ്യാം. ദെൻ റീഡ് പോയിൻ്റർ യൂസ് ചെയ്തിട്ടൊരു ഫയലിനെ നമുക്ക് എന്ത് ചെയ്യാം? റീഡ് ചെയ്യാം. ദെൻ റീപൊസിഷൻ വിത്തിൻ ദ ഫയൽ. ഒരു ഫയലിൻ്റെ ഇടയിൽ നമുക്ക് എവിടെയെങ്കിലും ഒന്ന് പൊസിഷൻ ചേഞ്ച് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോയിൻ്റർ യൂസ് ചെയ്തിട്ട് ഫയലിനെ നമുക്ക് റീപൊസിഷൻ ചെയ്യാം. ഇപ്പം നിൽക്കുന്ന ഓരോ ഫയലിനെയും ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിലൊരു ഫയൽ പോയിൻ്റർ ഉണ്ടെന്ന് വിചാരിക്കുക. ആ ഫയൽ പോയിൻ്ററിനെ നമുക്ക് എന്ത് ചെയ്യാം? റീപൊസിഷൻ ചെയ്യാം. ദെൻ ഡിലീറ്റ് ചെയ്യാം, ട്രങ്കേറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടൻസ് ഓഫ് ദി ഫയൽ വിൽ ബി ഡിലീറ്റഡ്, ബട്ട് ദി ആട്രിബ്യൂട്ട്സ് എന്തായിരിക്കും? അവിടെ തന്നെ ഉണ്ടാവും, റിമൈൻസ് ദ സെയിം. അതിനകത്ത് കണ്ടൻസ് മാത്രം നമ്മൾ ഡിലീറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ ട്രങ്കേറ്റ് എന്ന് പറയുന്നത്. ദെൻ അപ്പൻഡ് ചെയ്യാം, ഒരു ഫയലിലേക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാം, ഫയൽ റീനെയിം ചെയ്യാം. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കണ്ടേക്കുന്നതാണ് എപ്പോഴും ഫയൽ ഓപ്പൺ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഫയലിൻ്റെ പ്രോപ്പർട്ടീസ് എടുത്ത് നോക്കുമ്പോൾ. ദെൻ ഫയലിനകത്ത് നമുക്ക് റീനെയിം ചെയ്യാം, റീഡ് ചെയ്യാം, റൈറ്റ് ചെയ്യുക. ഇതെല്ലാം നമ്മൾ നോർമലി ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോസസ്സുകളാണ്. ഇതൊക്കെയാണ് ഫയൽസ് ഓപ്പറേഷൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നോട്ട് ചെയ്യേണ്ട പോയിൻറ്റ്സ്. ദെൻ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സിലേക്ക് കയറുവാണ്. എന്താണ് ഫയൽ ആക്സസ് മെത്തേഡ്സ്? എങ്ങനെ നമുക്ക് ഫയലിനെ ആക്സസ് ചെയ്യാം? ഏതൊക്കെ ടൈപ്സ് ഓഫ് ഫയൽസ് ഉണ്ട്? അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിലാണ് ഈ ഫയലിൽ നിന്ന് ഡേറ്റ നമുക്ക് റീഡ് ചെയ്യുന്നത്? അപ്പോൾ അതിന് വേണ്ടിയിട്ട് മെയിനായിട്ടും വരുന്ന 3 ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സാണ്. ഫസ്റ്റ് വൺ ഈസ് സീക്വൻഷ്യൽ ആക്സസ്, സെക്കൻഡ് വൺ ഈസ് ഡയറക്റ്റ് ആക്സസ്, അതിന് നമ്മൾ പറയുന്ന പേര് റിലേറ്റീവ് ആക്സസ് എന്നോ റാൻഡം ആക്സസ് എന്നോ എല്ലാം നമുക്ക് പേരിൽ നിന്ന് മനസ്സിലാക്കാം. സീക്വൻഷ്യൽ ആക്സസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? സീക്വൻഷ്യലായിട്ടേ പോകാൻ പറ്റുള്ളൂ, ഇടയിൽ നമുക്ക് റീഡ് ചെയ്യാൻ പറ്റത്തില്ല. ദെൻ ഡയറക്റ്റ് ആക്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നമുക്ക് ഇടയിൽ എപ്പോൾ വേണേലും ഏത് പൊസിഷനിൽ നിന്ന് വേണേലും റീഡ് ചെയ്യാം. അതിന് തന്നെയാണ് നമ്മൾ റിലേറ്റീവ് ആക്സസ് അല്ലെങ്കിൽ റാൻഡം ആക്സസ് എന്ന് പറയുന്നത്. ലാസ്റ്റ് വൺ ഈസ് ഇൻഡെക്സ്ഡ് ആക്സസ്. ഒരു ഇൻഡെക്സിനെ ബേസ് ചെയ്തിട്ട്
ആക്സസ് നടത്തുന്നു. ഇനി ഇത് ഓരോന്നും എന്താണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ സീക്വൻഷ്യൽ ആക്സസ്. സീക്വൻഷ്യൽ ആക്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഒരു സീക്വൻഷ്യലായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ നമ്മളൊരു പാട്ട് പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മുടെ നേരത്തെ സിസ്റ്റം യൂസ് ചെയ്തിട്ട് നമ്മളിപ്പോൾ മാഗ്നറ്റിക് ടേപ്പ് അങ്ങനെയൊക്കെയുള്ള ഒരു സെക്കൻഡറി ഡിവൈസസ് യൂസ് ചെയ്തിട്ട് ചെയ്യുമ്പോൾ സീക്വൻഷ്യൽ ആക്സസ് മാത്രമേ സപ്പോർട്ട് ചെയ്യുള്ളൂ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് 1 by 1 ആയിട്ട് ഇടയിൽ നിന്നൊരു റാൻഡം ആക്സസ് അല്ലെങ്കിൽ ഒരു ഡയറക്റ്റ് ആക്സസ് ഇതിനകത്ത് നമുക്ക് പോസിബിൾ അല്ല. അപ്പോൾ ഫസ്റ്റിൽ വോയിസ് റീഡ് ചെയ്യും, ഫസ്റ്റ് വേർഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. ഇതിനകത്ത് വേർഡ് ബൈ വേർഡ് ആയിട്ടായിരിക്കും സീക്വൻഷ്യൽ ആക്സസിനകത്ത് വോയിസ് റീഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടൊരു പോയിൻ്റർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ആ പോയിൻ്റർ ഇനീഷ്യലി സെറ്റ് ചെയ്യുന്ന ബേസ് അഡ്രസ് ഓഫ് ദി ഫയൽ. ബേസ് അഡ്രസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ് അഡ്രസ് ഓഫ് ദി ഫയൽ. ഫസ്റ്റ് ഇതിനകത്തൊരു പോയിൻ്റർ ഉണ്ട്. ഇപ്പോൾ എല്ലാ ഫയലും റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ഫയൽ പോയിൻ്റർ ഉണ്ട്. ഇപ്പോൾ സീക്വൻഷ്യൽ ആക്സസിൻ്റെ കേസിൽ ഫയൽ പോയിൻ്റർ പോയിൻ്റ് ചെയ്യുന്ന ബേസ് അഡ്രസ്സിലായിരിക്കും, അതായത് സ്റ്റാർട്ടിങ് അഡ്രസ് ഓഫ് ദി ഫയൽ. ദെൻ അവിടുന്ന് ഫസ്റ്റ് വേർഡ് റീഡ് ചെയ്തു. ദെൻ ആ ഫസ്റ്റ് വേർഡ് റീഡ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് സെക്കൻഡ് വേർഡ് റീഡ് ചെയ്യണം, ദെൻ തേർഡ് വേർഡ് റീഡ് ചെയ്യണം. അങ്ങനെ വേർഡ് ബൈ വേർഡ് ആയിട്ടായിരിക്കും റീഡിങ് ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നത്. ദെൻ ഈ വേർഡ് ബൈ വേർഡ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് വേർഡിൽ നിന്ന് സെക്കൻഡ് വേർഡിലേക്ക്, അപ്പോൾ ഓരോ പൊസിഷൻ കഴിയും തോറും നമ്മൾ ആ ഫയൽ പോയിൻ്ററിൻ്റെ വാല്യൂ ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്യണം, ഒരു വേർഡ് ഇൻക്രിമെൻറ്റ് ചെയ്യണം. അപ്പോൾ എത്രയാണോ നമ്മളിപ്പോൾ നിൽക്കുന്ന വേർഡ് പൊസിഷൻ അതിൽ നിന്ന് 1 വേർഡ് ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്തിട്ടാണ് സെക്കൻഡ് പൊസിഷനിലേക്ക് എത്തുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ബിഗിനിങ്ങിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, ദെൻ എൻഡ് വരെ പോകുന്നു. ഇതാണ് സീക്വൻഷ്യൽ ആക്സസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് സീക്വൻഷ്യൽ ആക്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു എക്സാമ്പിളായിട്ട് പറയുകയാണ് റീഡ് നെക്സ്റ്റ് റീഡ് ചെയ്യുക, റൈറ്റ് നെക്സ്റ്റ് ഇതിലേക്ക് റൈറ്റ് ചെയ്യുക, ദെൻ റീസെറ്റ് ചെയ്യുക അല്ലെങ്കിൽ റിവൈൻഡ് ചെയ്യുക. ഇങ്ങനെയുള്ള ഓപ്പറേഷൻസൊക്കെ നമുക്ക് ഈ ഒരു സീക്വൻഷ്യൽ ആക്സസിൽ അവൈലബിൾ ആണ്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ഡയറക്റ്റ് ആക്സസ്. ഡയറക്റ്റ് ആക്സസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇടയിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആക്സസ് ചെയ്യാൻ പറ്റും. ഇപ്പം നമുക്കൊരു പെൻ ഡ്രൈവിൽ നമ്മൾ പാട്ട് കുറേ കയറ്റിയേക്കുവാണെന്ന് വിചാരിക്കുക. ദെൻ ആ നമുക്ക് ഇഷ്ടമുള്ള പാട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെലക്ട് ചെയ്തെടുത്ത് നമുക്ക് പ്ലേ ചെയ്യാൻ പറ്റും. അത് സീക്വൻഷ്യൽ ആക്സസ് ആവണം എന്നില്ല, നമുക്കിടയിൽ നിന്ന് റാൻഡമായിട്ട് ഒരെണ്ണം ചൂസ് ചെയ്തിട്ട് പ്ലേ ചെയ്യിക്കാൻ പറ്റും. അതാണ് എക്സാമ്പിൾ വരുന്നത്. ഇവിടെയും കുറേ ഓപ്പറേഷൻസ് ഉണ്ട്. റീഡ് എൻ, റൈറ്റ് എൻ. ഇവിടെ എൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ബ്ലോക്ക് നമ്പേഴ്സാണ്. ഇപ്പോൾ ഫസ്റ്റ് റീഡ് 10 എന്ന് പറഞ്ഞാൽ 10ാമത്തെ ബ്ലോക്ക് റീഡ് ചെയ്യും. അതേപോലെ റൈറ്റ് എൻ 10ാമത്തെ ബ്ലോക്കിലേക്ക് നമുക്ക് ഡേറ്റ റൈറ്റ് ചെയ്യാം. ദെൻ പൊസിഷൻ ടു എൻ, ഒരു പർട്ടിക്കുലർ പൊസിഷനിലേക്ക് അത് മൂവ് ചെയ്യണം. എൻ എന്നുള്ള ഒരു പൊസിഷനിലേക്ക് മൂവ് ചെയ്യണമെങ്കിൽ അങ്ങനെ ഓപ്പറേഷൻസ് നടത്താം. അതേപോലെ റീഡ് നെക്സ്റ്റ്, റൈറ്റ് നെക്സ്റ്റ്, റീറൈറ്റ് എൻ. അതിൽ റീഡ് നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നതെന്ന് നെക്സ്റ്റ് സ്ലൈഡിൽ പറയുന്നുണ്ട്. ഇപ്പോൾ റീസെറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ CP = 0. CP എന്ന് വെച്ചാൽ കറണ്ട് പൊസിഷൻ. ഇപ്പോൾ ഈ കറണ്ട് പൊസിഷൻ ഇപ്പോൾ ഒരു 5ൽ നിൽക്കുവാണ്. അപ്പോൾ ഞാനൊരു റീസെറ്റ് കമാൻഡ് കൊടുത്തു, അപ്പോൾ എന്തായി മാറി, അത് 0ലേക്ക് മൂവായി. അതായത് ഇപ്പോൾ 5ാമത്തെ പാട്ട് പ്ലേ ചെയ്തുകൊണ്ടിരിക്കുക, എന്നിട്ട് ഞാൻ റീസെറ്റ് കമാൻഡ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ആദ്യത്തെ പാട്ടിലേക്ക് എത്തും. അതാണ് റീസെറ്റ് കമാൻഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് റീഡ് നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്താണോ, ഇപ്പോൾ നമ്മൾ 5ാമത്തെ പൊസിഷനിലാണ് പാട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ്, റീഡ് നെക്സ്റ്റ് അടിച്ചാൽ എൻ്റെ 6ാമത്തെ പൊസിഷനിലെ പാട്ട് എനിക്ക് കേൾക്കാൻ പറ്റും. അതാണ് റീഡ് നെക്സ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് റീഡ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ റൈറ്റ് നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു പൊസിഷനിലേക്ക് നമുക്ക് ഡേറ്റ റൈറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രോഗ്രാം കൗണ്ടർ ഇൻക്രിമെൻറ്റ് ചെയ്യുന്ന കാര്യം പറയില്ലേ, അതുപോലെ തന്നെ ഇവിടെ CP ഇൻക്രിമെൻറ്റ് ചെയ്യുന്നു. CP എന്ന് ഉദ്ദേശിക്കുന്ന കറണ്ട് പൊസിഷനാണ്. ആ കറണ്ട് പൊസിഷൻ ഇൻക്രിമെൻറ്റ് ചെയ്യുന്നു. ഇതാണ് ഡയറക്റ്റ് ആക്സസ്. ലാസ്റ്റ് വൺ ഈസ് ഇൻഡെക്സ്ഡ് അഡ്രസ്. ഇൻഡെക്സ്ഡ് ആക്സസ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഇൻഡെക്സ് ഉണ്ടാവും. അതായത് ഇപ്പോൾ ഏറ്റവും ബേസിക് എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ബുക്ക് റെഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ബുക്കിനകത്ത് ഇൻഡെക്സ് പേജ് ഇല്ല എന്ന് വിചാരിക്കുക. ഇൻഡെക്സ് പേജ് ഇല്ല എങ്കിൽ നമുക്ക് എന്താണ് സംഭവിക്കുന്നത്, എനിക്കിപ്പോൾ ഒരു കണ്ടൻറ്റ് ചാപ്റ്റർ 5 എടുക്കണം എന്ന് വിചാരിക്കുക. ഞാൻ എന്ത് ചെയ്യണം, 1 by 1 ആയിട്ട് ഓരോ ചാപ്റ്റേഴ്സും മറിച്ച് നോക്കണം. എന്നാൽ മാത്രമാണ് ചാപ്റ്റർ 5ലേക്ക് എത്തുള്ളൂ. അതാണൊരു സീക്വൻഷ്യൽ ആക്സസ്. ഫസ്റ്റ് ചാപ്റ്റർ എടുത്തു, ദെൻ സെക്കൻഡ് ചാപ്റ്റർ എടുത്തു, ദെൻ തേർഡ് ചാപ്റ്റർ, ഫോർത്ത് ചാപ്റ്റർ, എന്നിട്ടാണ് നമുക്ക് 5th ചാപ്റ്ററിലേക്ക് എത്തുന്നത്. ഡയറക്റ്റ് ആക്സസ് എന്ന് വെച്ചാൽ ഡയറക്റ്റ് എനിക്ക് എന്ത് ചെയ്യാം, 5th ചാപ്റ്റർ റീഡ് ചെയ്യാൻ പറ്റും. ബാക്കി 1ഉം
മുതൽ 4 വരെ പോകണമെന്ന് നിർബന്ധമില്ല. എനിക്ക് ഡയറക്റ്റ്ലി തന്നെ 5ാമത്തെ ചാപ്റ്ററാണ് വേണ്ടതെങ്കിൽ അത് റീഡ് ചെയ്യാം. ഇനി ലാസ്റ്റ് വൺ ഇൻഡെക്സ്ഡ് അഡ്രസ്സ്. ഇൻഡെക്സ്ഡ് അഡ്രസ്സ് എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ടെക്സ്റ്റ് ബുക്കിനകത്ത് എനിക്കിപ്പോൾ 5ാമത്തെ ചാപ്റ്റർ റീഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനൊരു പേരുണ്ടാവുമല്ലോ. സോ ഞാൻ എന്ത് ചെയ്യണം, ആ പേര് പോയി ഇൻഡെക്സിൽ നോക്കണം. ഇൻഡെക്സിൽ നോക്കുമ്പോൾ കറസ്പോണ്ടിങ് പേജ് നമ്പർ കിട്ടും. സോ ആ പേജ് നമ്പറിലേക്ക് നമ്മൾ മൂവ് ചെയ്യും. പേജ് ഒറ്റയടിക്ക് തന്നെ നമുക്ക് ആൻസർ കിട്ടും. അങ്ങനെ ഒരു ഇൻഡെക്സ് ഉണ്ടാവും. അതാണ് ഇവിടെയും പറയുന്നത്. ഇപ്പോൾ ഓരോ ഫയലിനും ആ ഫയലിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഇൻഡെക്സ് ഫയൽ ഉണ്ടാവും. ഇപ്പോൾ നമ്മുടെ റിലേറ്റീവ് ഫയൽ എന്ന് പറഞ്ഞൊരു ഫയൽ, അതിനകത്താണ് ആ ഒരു പോയിൻ്റർ കണക്ട് ചെയ്തേക്കുന്നത്. ദെൻ ഇവിടെ ഇൻഡെക്സ് ഫയലുണ്ട്. ഇൻഡെക്സ് ഫയലിനകത്ത് നമ്മളൊരു കീ വേർഡ് ഉണ്ട്. എന്നുവെച്ചാൽ എന്താണോ ഐഡൻറ്റിഫയർ ഒരു ഫയലിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അതാണ് നമ്മൾ ലാസ്റ്റ് നെയിമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഒരു ഫയലിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ലാസ്റ്റ് നെയിം വെച്ചിട്ട് നമ്മൾ ഇൻഡെക്സ് സെറ്റ് ചെയ്തേക്കുവാണ്. അതിന് കറസ്പോണ്ടിങ് ഒരു നമ്പർ ഉണ്ട്. ഇപ്പോൾ നമ്മുടെ നോർമൽ ഒരു ടെക്സ്റ്റ് ബുക്കിനകത്തും അതിന് ഇൻഡെക്സ് ഉണ്ടാവും. അതിന് കറസ്പോണ്ടിങ് ഒരു പേജ് നമ്പർ ഉണ്ടാവും. ആ സെയിം കൺസെപ്റ്റാണ് ഇവിടെ വരുന്നത്. ദെൻ പേജ് നമ്പറിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഒറിജിനൽ ഫയൽ ഏതാണോ അവിടേക്ക് മൂവ് ചെയ്യാം. അപ്പോൾ ആ പേജ് നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കറസ്പോണ്ടിങ് പേജ് നമ്പർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് കിട്ടും. അതുപോലെ തന്നെ ഇവിടെ ഈ ലോജിക്കൽ റെക്കോർഡ് നമ്പർ ഉണ്ട്. ആ റെക്കോർഡ് നമ്പറിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ സ്മിത്താണ് എടുക്കണമെങ്കിൽ എനിക്ക് സ്മിത്തിന് ഒരു നമ്പർ ഉണ്ടെന്ന് വിചാരിക്കുക. സോ അത് റിലേറ്റീവ് ഫയലിൽ പോയിട്ട് ആ നമ്പർ എവിടെയാണെന്ന് നോക്കുക. അവിടെ നിന്നുള്ള ഡേറ്റ നമുക്ക് റീഡ് ചെയ്യാം. ഇതാണ് ഇൻഡെക്സ്ഡ് ആക്സസ് മെത്തേഡ്. അപ്പോൾ ഇത്രയാണ് മെയിനായിട്ടും ആക്സസ് മെത്തേഡ്സിൽ വരുന്ന ആക്സസ് മെത്തേഡ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആണ്. ഫസ്റ്റ് വൺ ഈസ് സീക്വൻഷ്യൽ ആക്സസ്, സെക്കൻഡ് വൺ ഈസ് ഡയറക്റ്റ് ആക്സസ്, ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് ദ ഇൻഡെക്സ്ഡ് അഡ്രസ്. താങ്ക് യു.